ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂറോപ്പിൽ ഒരു ജോലി ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യൂറോപ്യൻ CV നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സാധാ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന CVകൾ യൂസ് ചെയ്ത് നമുക്ക് യൂറോപ്പിലേക്ക് ഒരു CVക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ യൂറോപ്പിലേക്ക് ഒരു CV, അതായത് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് ഒരു CV നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു യൂറോപ്യൻ ടെംപ്ലേറ്റിലുള്ള ഒരു CV ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ യൂറോപ്യൻ CV ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി യൂറോപ്യൻ ജോബ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ യൂറോപ്പിലെ ഏത് രാജ്യമാണെങ്കിലും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു യൂറോപ്യൻ CV നിർബന്ധമായും കയ്യിലുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യൂറോപ്യൻ CV നിങ്ങൾക്ക് കയ്യിൽ വെക്കുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതിന് നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആൾക്കാരോട് ചോദിക്കേണ്ടതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തോ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു യൂറോപ്യൻ CV, യൂറോപ്യൻ ടെംപ്ലേറ്റിലുള്ള ഒരു CV നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു കിഡിലൻ ടിപ്പാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനെടുക്കുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. Europa.eu എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്, അതായത് യൂറോപ്പാസ് CV ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾക്ക് യൂറോപ്യൻ CV യൂറോപ്പാസ് CV നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് യുവർ യൂറോപ്പാസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ബേസിക് ഡീറ്റെയിൽ ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു അടിപൊളി CV ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ഇവർ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമയമെടുത്ത് ഇതെല്ലാം വായിച്ചു നോക്കുക. നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന് കരുതി കയറണ്ട. നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങളതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് നിങ്ങൾ CV ഉണ്ടാക്കാൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് യുവർ യൂറോപ്പാസ് പ്രൊഫൈൽ. ഒരു യൂറോപ്പാസ് പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ എടുക്കും ആ പ്രൊഫൈൽ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരുന്നതിന്. നിങ്ങൾ ഇതിൽ ഫ്രീ ആയി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഈ പ്രൊഫൈൽ ആക്ടിവേഷനായി കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു CV ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നോക്കുക. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കണം. വായിച്ച് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് മാത്രമാണ് നിങ്ങൾ CV ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ യൂറോപ്പാസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് CV ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്പിൽ ഒരു ജോലിക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഇഷ്ടം തോന്നി യൂറോപ്പിൽ ഒരു ജോലി കണ്ടുപിടിച്ച് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ ആളുകൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാനൊന്ന് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സ്കിൽഡ് ആയാലും അൺസ്കിൽഡ് വർക്ക് ചെയ്യുന്നവരായാലും നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഒരു ജോലിയാണ് നിങ്ങളുടെ ഫസ്റ്റ് പോയിൻ്റ്. ആ ഫസ്റ്റ് പോയിൻ്റ് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് വിജയിക്കണമെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കയ്യിൽ കരുതേണ്ട ഒരു സംഭവമാണ് ഈ യൂറോപ്പാസ് CV എന്ന് പറയുന്നത്. ഒരു യൂറോപ്യൻ CV ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ യൂണിയനിലെ അംഗത്വമുള്ള ഒരു രാജ്യത്തും നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂറോപ്യൻ CV മാത്രമാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ യൂറോപ്പിലേക്ക് ഒരു ജോലിക്ക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ആദ്യത്തെ ഒരു പേപ്പർ എന്ന് പറയുന്നത് യൂറോപ്യൻ CV ആണ്. ഈ യൂറോപ്യൻ CV വെച്ചുകൊണ്ടാണ് നമ്മൾ യൂറോപ്പിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് യൂറോപ്പിൽ എങ്ങനെ ജോലി കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂറോപ്പിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും, അതായത് ഏജൻറ്റ് മുഖേന അല്ലാണ്ട് ഏജൻറ്റിന്
പൈസ കൊടുക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂറോപ്പിൽ ഒരു സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോബ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള വീഡിയോസാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഫുൾ കരിയർ പാത്ത് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിനി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു യൂറോപ്പിലെ ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ, അതായത് നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ CV ഉണ്ടാക്കി ആ യൂറോപ്യൻ CV ഉപയോഗിച്ച് ഒരു യൂറോപ്പിലെ ഒരു കമ്പനിക്ക് അത് സെൻഡ് ചെയ്ത് അവിടുന്ന് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടി VFSൽ സബ്മിറ്റ് ചെയ്ത് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ കിട്ടി നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കയറി അവിടെ ചെല്ലുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു യൂറോപ്പാസ് CV ഉപയോഗിച്ച് അല്ലെങ്കിൽ യൂറോപ്പാസ് CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഫുൾ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം തന്നെ യൂറോപ്പാസ് സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഒരു യൂറോപ്പാസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക. അത് ഒന്ന് ആക്ടിവേറ്റ് ആകുന്നതിന് വേണ്ടി ഒരു ദിവസത്തിൽ കൂടുതലെടുക്കും. അതുകൊണ്ടാണ് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളൊരു യൂറോപ്പിലേക്കൊരു ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ മറക്കാണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂറോപ്പാസ് CV നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂറോപ്പാസ് CV ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് എങ്ങനെ ജോബ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള കിടിലം വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ നിങ്ങളുടെ എല്ലാ കമൻസുകളും ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.